നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ മാൽദീവ്സിലെ ഹിമപുഷി എന്ന ഐലൻഡിലാണ് നിൽക്കുന്നത്. ആദ്യമായാണ് ഞാൻ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഇവിടെ അടുത്ത് ഒരു ഫാക്ടറി ഉണ്ട്. അത് തുലുസ്തു എന്ന് പറയുന്ന ഐലൻഡിലാണ് ആ ഫാക്ടറി ഉള്ളത്. അതൊരു കൊക്കക്കോള ഫാക്ടറിയാണ്. ആ ഫാക്ടറി പരിചയപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവിടുത്തെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ അടുത്തൊരു ജെട്ടി ഏരിയ ഉണ്ട്. ആ ജെട്ടി ഏരിയ നിന്നാണ് നമ്മൾ ആ ഐലൻഡിലേക്ക് പോകുന്നത്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതാണ് ഹിമപുഷി ഐലൻഡിലെ ജെട്ടി ഏരിയ. അവിടെയാണ് നമ്മുടെ ബോട്ട് കിടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനിത് ആദ്യം ഹെഡ്സെറ്റിൽ ഷൂട്ട് ചെയ്തു കേട്ടോ. ഹെഡ്സെറ്റിൽ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് അത്ര ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലാണ് ഷൂട്ട് ചെയ്തത്, അത്ര ക്ലാരിറ്റി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വോയിസ് ഓവർ ഇത് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതാണ് ഹിമപുഷി ഐലൻഡിലെ ജെട്ടി ഏരിയ. ആ ബോട്ടൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഈ എൻ്റെ പിന്നെ കാണുന്ന ഈ ബോട്ടിലാണ് ഞങ്ങൾ തുലുസ്തു എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ നിന്നൊരു 50 മിനിറ്റ് യാത്രയുണ്ട്. ഈ ബോട്ടാണെങ്കിൽ 50 മിനിറ്റ് യാത്രയുണ്ട്. സ്പീഡ് ലോഞ്ചിലാണെങ്കിൽ, അതായത് സ്പീഡിൽ പോകുന്ന ബോട്ടുണ്ട്, അതാണെന്നുണ്ടെങ്കിൽ 15-20 മിനിറ്റ് കൊണ്ട് എത്താവുന്നതാണ്. ഇത് ഒരു 50 മിനിറ്റോളം എടുക്കുന്ന യാത്രയാണ്. ഓക്കെ, അവിടെ ലഞ്ചെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ. എല്ലാം ഇവിടെ ഒരുമിച്ചാണ് പോകുന്നത്. ഇത് ഒരു സ്റ്റഡി ട്രിപ്പാണ് കേട്ടോ. ഇതൊരു ഫീൽഡ് വിസിറ്റാണ്. ഞാൻ അറേഞ്ച് ചെയ്തൊരു ഫീൽഡ് വിസിറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഇത് അവരുടെ ആക്ടിവിറ്റി യൂണിഫോമാണ് കേട്ടോ. അപ്പം ഒരു 34 കുട്ടികളാണ് പോകുന്നത്. പിന്നെ ടീച്ചേഴ്സും ഉണ്ട്. ഇതാണ് ഹിമപുഷി ഐലൻഡിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഇൻസ്റ്റാളേഷൻ കേട്ടോ. അതായത് ഇതിൽ അത്യാവശ്യം നല്ല ചിലവായിട്ടുണ്ടാവും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്. അതായത് ആ ഐലൻഡിൻ്റെ പേര്, ഹിമപുഷി എന്ന ഐലൻഡിൻ്റെ പേര് അവിടെ നല്ല കോൺക്രീറ്റ് ബ്ലോക്കിൽ അവർ ചെയ്ത് വെച്ചേക്കുകയാണ്. അത് സിമെൻറ്റൊക്കെ സെറ്റാക്കി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇത് ഹിമപുഷി എന്ന് പറഞ്ഞ ഐലൻഡ് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് കേട്ടോ. അത് മാൽദീവ്സിൻ്റെ ക്യാപിറ്റൽ സിറ്റി മാലെ, അതിനടുത്തായിട്ടാണ്. അതിനൊരു 16 കിലോമീറ്റർ, അതായത് സെയിം ഡിസ്റ്റൻസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ തുലുസ്തു പോണ അതേ ഡിസ്റ്റൻസാണ്. 15 മിനിറ്റ് സ്പീഡ്, ഒരു 20 മിനിറ്റോളം സ്പീഡ് ലോഞ്ചിൽ യാത്ര ചെയ്താൽ മാല എത്താം. ആ മാല ക്യാപിറ്റലിന് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് കേട്ടോ. നമ്മൾ ഇത്രയും കുട്ടികളാണ് പോകുന്നത്. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം. നമ്മൾ ടീച്ചേഴ്സുണ്ട്. പിന്നെ ആദ്യ കിണറിൻ്റെ കൂടെയുള്ള ആൾക്കാർ. ഇനിയിപ്പം കുറച്ച് സമയത്തിനകം ബോട്ട് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. ഓക്കെ, ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിലേക്ക് യാത്ര ചെയ്യണം. നമുക്ക് ഞാൻ പോണ വഴിക്ക് അതിൻ്റെ ആ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം കേട്ടോ. അതെ, ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങ് പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനിപ്പോൾ വേറെ കാര്യം പറയാനുള്ളത്, എനിക്ക് ആ കൊക്കക്കോള ഫാക്ടറിയിൽ ഉള്ളിൽ കയറാൻ അവർ പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന്, അതിൻ്റെ മെഷീനറീസ്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻസ് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും ഞാൻ ശ്രമിക്കാം. പിന്നീട് ഞാൻ ഈ കുട്ടികളെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 4 ഗ്രൂപ്പിനും ഓരോ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. അടുത്ത ഗ്രൂപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആ കമ്പനിയുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കും. അടുത്ത ഗ്രൂപ്പ് പിന്നെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ ഒരു ഗ്രൂപ്പ് അതിൻ്റെ ഫോർമേഷൻ, അതായത് കമ്പനിയുടെ ഫോർമേഷൻ പ്രോസസ്സ്, അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സർട്ടിഫിക്കറ്റൊക്കെ ലഭിച്ചാൽ മാത്രമേ, ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഫില്ല് ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ആ കമ്പനിക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഈ കൊക്കക്കോള ഫാക്ടറി എന്ന് പറയുന്നത് ഒരു ഫ്രാഞ്ചൈസാണ് കേട്ടോ. പിന്നെ മാൽദീവ്സിൻ്റെ ഒരു കാര്യം പറയാം. മാൽദീവ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രധാനപ്പെട്ട അവരുടെ GDP-യുടെ ഒരു 80% GDP അവർക്ക് ടൂറിസത്തിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നീട് ബാക്കി ഒരു 14% അവർക്ക് ലഭിക്കുന്നത് ട്യൂണ എക്സ്പോർട്ടാണ്. അത് മെയിനായിട്ടുള്ള അവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ട്യൂണ. ഈ 2 കാര്യങ്ങൾ, അതായത് ടൂറിസവും ട്യൂണ എക്സ്പോർട്ടുമാണ് മാൽദീവ്സിൻ്റെ പ്രധാനപ്പെട്ട GDP എന്ന് പറയുന്നത്. മാൽദീവ്സിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഇതാണ് തുലുസ്തു എന്ന് പറയുന്ന ഐലൻഡ്. ഈ ഐലൻഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ബോട്ട് ഇപ്പം 50 മിനിറ്റോളം ആയി. നമ്മൾ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്, ഐലൻഡിലേക്ക് ഇറങ്ങിയാണ്. ഇവിടുന്ന് കുറച്ചൊരു 200 മീറ്ററോളം നടക്കാനുണ്ട്, അതായത് ആ ഫാക്ടറിയിൽ എത്തുന്നതിന് കേട്ടോ. ഇതാണ് തുലുസ്തു എന്ന ഐലൻഡിലെ ജെട്ടി ഏരിയ ആണ്. ഒക്കെ എൻ്റെ കുട്ടികൾ, സ്കൂളിലെ കുട്ടികളെല്ലാം ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മളിവിടെ നിന്ന് നമ്മൾ ഫാക്ടറിയിൽ പോകാൻ പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട്
ഒരു 3 മണിയാകുമ്പം തിരിച്ച് പോകാനാണ് പ്ലാന് കേട്ടോ. ഇതാണ് തുലുസ്ധൂവിലെ കൊക്കോള ഫാക്ടറി. ഇതാണ് ഇതിനുള്ളിലാണ് പ്രൊഡക്ഷൻ പ്ലാന്റ്. ഇവിടെ 9ഓളം പ്രൊഡക്ട്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് കൊക്കോള, സ്പ്രൈറ്റ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, അങ്ങനെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള 9ഓളം പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇത് 2009 കൊക്കോള ഫാക്ടറി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഫാക്ടറി ഉണ്ടായിരുന്നു, അത് മറ്റേതോ പ്രൊഡക്ഷൻ ആയിരുന്നു, ഏതോ മിനറൽ വാട്ടറിൻ്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ കൊക്കോള ഫ്രാഞ്ചൈസ് ആയതിനു ശേഷമാണ് ഇത് 2009 കൊക്കോള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഓഫീസ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ ഒരു ഗ്രൂമിങ് സെക്ഷനാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു. അതായത് അതിൻ്റെ ഉള്ളിൽ ഫാക്ടറിക്കുള്ളിൽ പ്രവേശിക്കുമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പാലിക്കേണ്ട റൂൾസ്, അതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതാണ് ആ ഫാക്ടറി. ഓക്കെ, അതിന് മുമ്പ് ഞാൻ വേറെ കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ പെർമിഷൻ ചോദിച്ചു, ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചു, പക്ഷേ അവർ പെർമിഷൻ തന്നില്ല കേട്ടോ. ഇതാണ് ഫാക്ടറി. ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയാം, പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്നത് ഫാക്ടറിയിൽ നിന്ന് വിസിറ്റ് കഴിഞ്ഞിട്ടുള്ള രംഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, അത് ഷൂട്ട് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്ത് പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫാക്ടറി കയറിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു സാധനം എടുത്തു കേട്ടോ. ഇതിൻ്റെ പേര് പ്രിഫോം എന്ന് പറയും. അതായത് ഇത് റെസിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു പോളിമർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെന്ന് വെച്ചാൽ എൻ്റെ ഇടത് കൈ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ 1.5 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അതായത് എൻ്റെ വലത്തെ കൈ ഇരിക്കുന്നത് 500 ml ബോട്ടിലാണ്. അതായത് ഇത് ഒരു പ്രഷർ കൊടുത്തിട്ട്, അതായത് ഉള്ളിൽ ഒരു ചൂടും ഹൈ പ്രഷറൂടെ കടത്തി വിട്ട് ഒരു അച്ച് കണക്ക്, ഇതിനൊരു അച്ചുണ്ട്, അതിലേക്ക് കടത്തി വിടുമ്പോഴത്തേക്ക് ഇത് വലുത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇത് കുപ്പിയായിട്ട് മാറുന്നത്. അപ്പം ഇങ്ങനെയാണ് അതൊരു ബോട്ടിൽ ഉണ്ടാക്കുന്നത്. ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പ്, അതിൻ്റെ ലേബല്, പിന്നെ അതിൻ്റെ ക്യാൻ ഉണ്ടല്ലോ, അതിൻ്റെ ക്യാൻ്റെ ടോപ്പ്, ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി ഇവിടെ ഗ്ലാസ് ബോട്ടിലിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പ്രൊഡക്ട്സ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ തുലുസ്ധൂവിലെ കൊക്കോള ഫാക്ടറിക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഡീസാലിനേറ്റഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് കൊക്കോള ഉണ്ടാക്കുന്ന ലോകത്തിലെ ഒരു കമ്പനി ഇതാണ്. അതായത് കടൽ വെള്ളം ഉപയോഗിച്ചിട്ട് കൊക്കോള ഉണ്ടാക്കുന്ന ഫാക്ടറി. അതാണ് ഡീസാലിനേറ്റഡ് വാട്ടർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ദിവസത്തെ ഒരു ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 500 ml 6 ലക്ഷം ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ 2 ലിറ്ററിനാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം ബോട്ടിലോളം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ മെയിൻ പ്രൊഡക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഡീസൽ കത്തിച്ചിട്ടാണ്. ഡീസൽ കത്തിച്ചിട്ട് അതിൻ്റെ പുക, അതിൻ്റെ ആ കറുത്ത പുക ഒരു കണ്ടെയ്നർ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിച്ചെടുത്ത് അത് -40 ഡിഗ്രി തണുപ്പിച്ചിട്ട് ഒരു ഐസ് കട്ട പോലെ അതെൻ്റെ കൈ തന്നായിരുന്നു. അത് വെച്ചാണ് ഇവർ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിഫോം. അവർ എൻ്റെ കൈ തന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ കൊക്കോളയുടെയും സ്പ്രൈറ്റിൻ്റെ ഉള്ളിൽ ഇവർ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കൂളിലെ കുട്ടികൾ. വിസിറ്റെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഓക്കെ, അപ്പോൾ കമ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യം കൂടെ പറയാം. പിന്നീട് ഇതൊരു നല്ലൊരു ശതമാനം, ഒരു 80% എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാക്ടറിയാണെന്ന് പറയാം. കാര്യം വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ ബാക്കി വേസ്റ്റ് വെള്ളം എന്ന് പറയുന്നത്, ഇവർ ആ കെമിക്കൽ വേസ്റ്റ് വെള്ളം എന്ന് പറയുന്നത് ക്ലോറിനിട്ട് ശുദ്ധീകരിക്കുക. അത് നേരിട്ട് കൊണ്ട് കടലിൽ ഡ്രെയിൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് ക്ലോറിനിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് പിന്നീട് അത് pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് pH മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അതിൽ കുറച്ച് മീനെ ഇട്ടിട്ട് ആ മീൻ സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ആ മീൻ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതെന്ത് ചെയ്യത്തുള്ളൂ, ഈ ബാക്കിയുള്ള വെള്ളമാണ്, ഇങ്ങനെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത വെള്ളമാണ് ഇവർ കടലിൽ കൊണ്ട് ഒഴുകിക്കളയുന്നത്. അപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് റൺ ചെയ്യുന്നൊരു ഫാക്ടറി ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നതിൽ അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ. ഒരുപാട് വിവരങ്ങളുണ്ട്, എല്ലാം ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.